മലയാളത്തിൽ നമ്മൾ പറയാറുള്ളത് ഭാര്യ ഭർത്താവ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നത് ആരാണോ അത് ഭർത്താവ്. ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണോ ഭരിക്കപ്പെടുന്നത് അവര് ഭാര്യയുമാണ്. സൗജത്ത് എന്ന് പറഞ്ഞാൽ ഈ ആശയമില്ല. സൗജത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇണയാണ്. സവജ എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം കടിച്ച് ചവച്ചരച്ചത് എന്നാണ്. ഇപ്പൊ ഒരു ചുയിങ്കം, ആ ചുയിങ്കം നമ്മൾ വായിലേക്ക് ഇടുന്നതിന് മുമ്പ് അതിന് പല നിറങ്ങളുണ്ട്, പല രസങ്ങളുണ്ട്, അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ വായിലേക്ക് ഇടുന്നത്. അങ്ങനെ വായിലേക്കിട്ട് കുറെ നേരം ചവച്ച് 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 അവസാനം നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് പല നിറങ്ങളും പല രസങ്ങളും ഒന്നുമില്ല, അപ്പുറവും ഇപ്പുറവും ഒന്നുമില്ല, ആകെ കൂടിച്ചേർന്ന് ഒന്നായിട്ടുണ്ടാവും. ഈ കൂടിച്ചേർന്ന് ഒന്നാകുന്ന പ്രവർത്തനത്തിന് അറബിയിൽ പറയുന്ന പേരാണ് സിവാജ്. അതാണ് വിവാഹം എന്നതിന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം വിടുവിക്കാനാവാത്ത വഹനം എന്നാണ്. വിടുവിക്കാനാവാത്ത വഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിച്ചു മാറ്റാൻ കഴിയാത്ത കെട്ട് എന്നാണ്. നിങ്ങളുടെ കത്തിക്ക് മൂർച്ചുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റാൻ കഴിയും. എത്രയോ ആളുകൾ വെട്ടിമാറ്റുന്നുണ്ടല്ലോ. പെരുകിക്കൊണ്ടിരിക്കുകയാണ് വിവാഹമോചനം. ഒരു സർവേ റിപ്പോർട്ടിൽ കാണുന്നത് വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷത്തിന്റെ ഉള്ളിലാണ് കേരളത്തിൽ ഏറ്റവും അധികം വിവാഹമോചനം നടക്കുന്നതെന്നാണ്. പക്ഷെ അഴിച്ചു മാറ്റാൻ കഴിയില്ല, അഴിച്ചു മാറ്റാൻ കഴിയില്ല. അതാണ് വിവാഹം. മീസാഖൻ ഗലീള എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതാണ്, ബലിഷ്ഠമായ ഒരു കരാർ. ആ വിവാഹിതരാകുന്നതോടുകൂടി ഇനി ഞാനും നീയും ഇല്ല, നമ്മളേ ഉള്ളൂ, അല്ലേ? ഇനി ഞങ്ങളും നിങ്ങളും ഇല്ല, നമ്മളേ ഉള്ളൂ. എന്റെ വീട് നിന്റെ വീടും ഇല്ല, നമ്മുടെ വീടുകളേ ഉള്ളൂ. എന്റെ ഉപ്പയും നിന്റെ ഉപ്പയും ഇല്ല, നമുക്ക് ഇനി 2 ഉപ്പമാരും 2 ഉമ്മമാരും. ഇതാണ് സുവാജ്. പിന്നെ ഖുർആൻ പറയുന്നത് എന്താണെന്ന് അറിയോ? ഏറ്റവും സുപ്രധാനമായ ഒരു ആശയമാണ് ലിതസ്കുനു ഇലൈഹ. ലിതസ്കുനു ഇലൈഹ. എന്തിനാണ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ, ഒരു പ്രായത്തിൽ ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് കടന്നു വരുന്നത്? അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത്, ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷന്റെ തലോടലും താങ്ങും എന്തിനാണ്? അതാണ് ഖുർആൻ പറയുന്നത് ലിതസ്കുനു ഇലൈഹ. ഇലൈഹ എന്ന് പറഞ്ഞാൽ ആ പെണ്ണിൽ നിന്ന് എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. പെണ്ണ് അല്ല പിന്നെയോ അസ്വാജ് ആണ്. സ്ത്രീക്ക് പുരുഷനിൽ നിന്നും കിട്ടണം, പുരുഷന് സ്ത്രീയിൽ നിന്നും കിട്ടണം. എന്ത്? സമാധാനം. ലിതസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടാത്ത സമാധാനവും സുഖവും നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടാൻ പാടില്ല. അപ്പൊ വീടിന്റെ പുറത്തിറങ്ങിയാലാണ് നിങ്ങൾക്ക് സമാധാനമെങ്കിൽ നിങ്ങളുടെ വീട് സമാധാനത്തിന്റെ കേന്ദ്രം അല്ല, അതൊരു ഉണങ്ങിയ കെട്ടിടമാണ്. വെയിൽ കൊള്ളാതെ കിടന്നുറങ്ങാനും പൈസ കൊടുക്കാതെ ഭക്ഷണം കഴിക്കാനുമുള്ള ഒരു സ്ഥലം, അത്രയായി പോവത്. എന്നാൽ വീട് എന്ന് പറഞ്ഞാൽ ഓർക്കുമ്പോൾ പോലും ഒരു സമാധാനത്തിന്റെ സങ്കേതമായി തീരുന്നത് ആ വീട്ടിന്റെ ഉള്ളിലുള്ളവർ അങ്ങനെയായി തീരുമ്പോഴാണ്. നിങ്ങൾ നോക്കൂ, അവിടെ ഒരു വീടുണ്ട്. ആ വീടിന് പേര് എന്താണ്? മസ്കൻ എന്നാണ് അറബിയിൽ. ഇതൊരു കെട്ടിടമാണ്. ഈ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നതും കല്ലുകൊണ്ടും മണ്ണ് കൊണ്ടും മരം കൊണ്ടും സിമെന്റ് കൊണ്ടുമാണ്. വീടുണ്ടാക്കിയിരിക്കുന്നതും ഇതേ സാധനങ്ങൾ കൊണ്ടാണ്. പക്ഷേ ഈ കെട്ടിടത്തിന് പറയാത്ത ഒരു പേര് വീടിന് പറയും. എല്ലാം ഉണ്ടാക്കിയെടുക്കണം അതേ സാധനം കൊണ്ടാണ്. ചിലപ്പോൾ ഒരേ ശേൽക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. വീടും കെട്ടിടവും തമ്മിൽ തിരിച്ചറിയില്ല. പക്ഷെ എന്നാലും ആ വീടിന് പേര് വേറെയാണ്. അതെന്താണ്? അതാണ് മസ്കൻ. അതാണ് മസ്കൻ. മസ്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം. മസ്കൻ എന്ന് പറഞ്ഞാൽ സുക്കൂന് കിട്ടുന്ന സ്ഥലം, സമാധാനം കിട്ടുന്ന സ്ഥലം. അപ്പൊ സ്നേഹത്തിന്റെയും അലിവിന്റെയും ആർദ്രതയുടെയും കൃപയുടെയും കാരുണ്യത്തിന്റെയും തിളച്ചുമറിയുന്ന, ഉള്ളിന്റെ ഉള്ളിൽ നമ്മളോടുള്ള ഇഷ്ടം കാത്തുവെക്കുന്ന ഒരാൾ അവിടെയുണ്ട്. എത്ര നമ്മൾ അയാളുടെ അടുത്തിരുന്നാലും അയാൾക്ക് പൂതി തീരൂല. എത്ര നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നാലും അയാൾക്ക് പൂതി തീരൂല. അയാൾ നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മളവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നത് അയാൾ ഇഷ്ടപ്പെടുന്നു. അതാണ് ഇണ. അതാണ് ഇണ. അതാണ് ഖുർആൻ ബാക്കി പറയുന്നത്, വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ഈ 2 ആളുകൾക്കിടയിൽ അല്ലാഹ് 2 കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. എന്താണ്? ഒന്ന് മവദ്ദത്താണ്, മറ്റൊന്ന് റഹ്മത്താണ്. എന്താണ് മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ? അറബി ഭാഷയിൽ പറയാവുന്ന ഇഷ്ടത്തിന്, സ്നേഹത്തിന്
കിട്ടാവുന്ന ഏറ്റവും നല്ല പദമാണ് മവദ്ദത്ത്. കുറേ പദങ്ങളുണ്ട്, ഏറ്റവും നല്ല പദങ്ങളിൽ ഒരു പദമാണ് മവദ്ദത്ത്. അപ്പൊ സ്നേഹമാണ് ഈ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഇടയിൽ അള്ളാഹു ഉണ്ടാക്കിയത്. ഈ കല്യാണം ഉണ്ടാക്കിയ ബ്രോക്കർ ഉണ്ടാക്കി കൊടുത്തതല്ല. ഈ കല്യാണത്തിന് അനുമതി കൊടുത്ത വാപ്പയും ഉമ്മയും കൊടുത്തതല്ല. അതിന് സാക്ഷികളായ ഞാനോ നിങ്ങളോ നിക്ഷേപിച്ചതല്ല. അത് അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. അതാണ് വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. ആദ്യമാണ് മവദ്ദത്ത് പറഞ്ഞത്, സ്നേഹം, പ്രണയം. രണ്ടാമതാണ് റഹ്മത്ത് പറഞ്ഞത്, കാരുണ്യം. ഇങ്ങനെയാണ് അനുഭവവും, അല്ലെ? വിവാഹത്തിന്റെ ആദ്യ നാളുകളിലൊക്കെ എന്താണ്? സ്നേഹമാണ്. കണ്ടാലും കണ്ടാലും തീരുന്നില്ല, സംസാരിച്ചിട്ട് കൊതി തീരുന്നില്ല, അത് പ്രണയമാണ്. പിന്നെന്താണ്? പിന്നെ കാരുണ്യം എന്നാ ഖുർആൻ പറഞ്ഞത്. കുറച്ചുകൂടി കാലം കഴിയും തോറും ഇഷ്ടം എന്നതിലേറെ കാരുണ്യമായി മാറുന്നു. അവൾക്കൊരു ക്ഷീണമുണ്ടാകുന്നത്, അവളൊന്ന് തളരുന്നത്, അവളൊന്ന് വിയർക്കുന്നത്, അവൾക്കൊരു പ്രയാസമുണ്ടാകുന്നത് ഇവന് സഹിക്കുന്നില്ല. ഇവനൊരു ചെറിയ പ്രയാസമോ ദുഃഖമോ സങ്കടമോ ഉണ്ടാകുന്നത് അവൾക്കു സഹിക്കുന്നില്ല. ഇത് സ്നേഹമാണോ കാരുണ്യമാണോ? ഇത് കാരുണ്യമാണ്. ഖുർആൻ പറഞ്ഞതും അങ്ങനെയാണ്. ആദ്യം സ്നേഹം പറഞ്ഞു, പിന്നെ കാരുണ്യം പറഞ്ഞു. അപ്പൊ ഈ സ്നേഹവും കാരുണ്യവും പരസ്പരം നുകർന്നും പകർന്നും ജീവിക്കാൻ കഴിയുക എന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അതെന്താണ്? വാപ്പയും ഉമ്മയും കുട്ടികളുമെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വാപ്പയും ഉമ്മയും ഒരു കാര്യം ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? വാപ്പയും ഉമ്മയും അവരുടെ വായിലേക്ക് പരസ്പരം ഭക്ഷണം കൈമാറണം. അതാര് കാണണം? മക്കള് കാണണം. റൂമിൽ പോയിട്ട് ചെയ്താൽ പോരാ. മക്കള് കണ്ടു നിൽക്കെ വാപ്പയും ഉമ്മയും വായിലേക്ക് ഭക്ഷണം കൈമാറണം. കൈ കൊടുത്താലും പോരാ. ഇതാര് കാണണം? മക്കള് കാണണം. എന്തിനാണ് റസൂൽ ഇത് പറഞ്ഞിട്ടുണ്ടാവുക? റസൂൽ വെറുതെ പറയില്ലല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ എന്തിനാ അത് പറഞ്ഞതെന്ന് അറിയുകള്? റസൂൽ അത് പറഞ്ഞത് കൊണ്ടൊരു ആശയം ഉണ്ടാവും. അതെന്താണ്? നമ്മളിപ്പോ ഈ മൈക്ക് കാണിച്ചു കൊടുത്തിട്ട് കുട്ടിയോട് പറയാണ്, മോളെ ഇത് മൈക്കാണ്. അല്ലെങ്കിൽ പെണ്ണ് കാണിച്ചു കൊടുത്തിട്ട് മോളോട് പറയാ, മോളെ ഇതൊരു പെണ്ണാകുന്നു. ഇതുപോലെ ലോകത്തെ ഏതെങ്കിലും ഒരു സാധനം കാണിച്ചു കൊടുത്തിട്ട് മോളെ ഇത് സ്നേഹമാകുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു സാധനം ഇല്ലല്ലോ. പിന്നെ സ്നേഹം എവിടുന്നാ കിട്ടുക? സ്നേഹം എവിടുന്നാണ് മക്കൾ പഠിക്കുക? സ്നേഹം പഠിക്കുന്നത് സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നാണ്. സ്നേഹം എന്താണ് എന്ന് കാണുന്നത് സ്നേഹിക്കുന്നവരുടെ പ്രവൃത്തികളിൽ നിന്നാണ്. സ്നേഹിക്കുന്നവർ പറയുന്ന വാക്കുകളിൽ നിന്നാണ്. ഇതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നമുക്കറിയാലോ. ഫാത്തിമ ആരായിരുന്നു റസൂലിന്? റസൂലിന്റെ ഹൃദയത്തിന്റെ കഷ്ണമായിരുന്നു. റസൂലിന് ഫാത്തിമയെ കുറിച്ച് പറഞ്ഞാലും തീരില്ല. ഫാത്തിമ നടന്നു വരുന്നത് കണ്ടാൽ റസൂൽ ഓടിച്ചെന്ന് ഫാത്തിമയെ കെട്ടിപ്പുണർന്ന് ഉമ്മ കൊടുക്കും. ആരൊക്കെ അവിടെ ഉണ്ടെങ്കിലും റസൂൽ അത് വിഷയാക്കൂല. പക്ഷെ ഫാത്തിമ ലജ്ജ കാണിച്ചുകൊണ്ട് ഓടിപ്പോകുമെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. റസൂലിന് ഫാത്തിമ മലർത്തിപ്പിടിക്കുന്ന ഒരു കൊച്ചുകുഞ്ഞാണ്. ഫാത്തിമ ഉമ്മയായപ്പോഴും ഒരു ഭാര്യയായപ്പോഴും ഒരു മുതിർന്ന പെണ്ണായപ്പോഴും റസൂലിന് ഫാത്തിമ ഒരു കൊച്ചുകുഞ്ഞായിരുന്നു. ആ സ്നേഹവും ആ വാത്സല്യവും ആ ഇഷ്ടവും റസൂൽ എപ്പോഴും സൂക്ഷിച്ചിരുന്നു. ആ റസൂൽ ഫാത്തിമയെ കെട്ടിച്ചു കൊടുത്തത് ആർക്കാ? നമുക്കറിയാം, അലിക്കാണ്. അലി എന്ന് പറഞ്ഞാൽ പരമദരിദ്രനാണ്, സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള ആളാണ്. ഒരിക്കൽ ഫാത്തിമയ്ക്കൊരാഗ്രഹം. എന്താണ് ആഗ്രഹം? ഫാത്തിമ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കുറച്ച് മധുരമുള്ള ഈത്തപ്പഴം കഴിക്കണം എന്നാണ് ആഗ്രഹം. അറേബ്യയിൽ അതൊരു വലിയ ആഗ്രഹമല്ല, പക്ഷേ പൈസ വേണം. അലിയോട് പറഞ്ഞില്ല. വല്ലയിടത്തൊന്നും കിട്ടുമോ എന്ന് കുറെ പ്രതീക്ഷിച്ചു, പക്ഷെ എവിടുന്നും കിട്ടുന്നില്ല. ആഗ്രഹം നല്ലോണം ഉണ്ട്. അലിയോട് പറഞ്ഞില്ല, കാരണം അലിയുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല എന്ന് ഫാത്തിമക്കറിയാം. അങ്ങനെ ഒരു ദിവസം അലി വീട്ടിലേക്ക് കടന്നു വരുന്നു. നട്ടുച്ച നേരമാണ്, വെയിൽ കൊണ്ട് ചുട്ടുപൊള്ളുന്ന സമയമാണ്. അലി വീട്ടിലേക്ക് കയറി വന്ന് സലാം പറഞ്ഞ് അലിക്ക് ഫാത്തിമ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്നു. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഫാത്തിമ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഫാത്തിമ പറഞ്ഞു, കുറച്ച് ഈത്തപ്പഴം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ട് കുറേ ദിവസമായി എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈത്തപ്പഴം വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈത്തപ്പഴം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ട് കുറച്ച് ദിവസമായി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കേട്ടപ്പോഴേക്ക് അലി പറഞ്ഞെന്താണെന്നറിയോ? അലി പറഞ്ഞു, ഫാത്തിമ
ഈ ഭക്ഷണം അടച്ചു വെക്കുക. ഭക്ഷണം അടച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു. ഭക്ഷണം അടച്ചു വെച്ച് കൈ കഴുകി അലി ഇറങ്ങി. എങ്ങോട്ടാണ് അലി പോണത്? അലി പോകുന്നത് ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈത്തപ്പഴത്തിന്റെ ചന്തയിലേക്ക് ചെന്നപ്പോൾ പലതരത്തിലുള്ള ഈത്തപ്പഴമുണ്ട്. അതിലേറ്റവും മുന്തിയ ഈത്തപ്പഴം, കിട്ടാവുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഈത്തപ്പഴം തന്നെ ഫാത്തിമക്ക് വാങ്ങാൻ വേണ്ടി അലി തീരുമാനിച്ചു. അപ്പോഴാണ് പൈസ തപ്പുന്നത്. പണമായിട്ട് എവിടെ ഒന്നുമില്ല, ഒന്നും എടുത്തിട്ടില്ല, ഒന്നുമില്ല. അപ്പോഴാണ് ഈ വസ്ത്രം കെട്ടിവെച്ച ഒരു അരപ്പട്ടയുണ്ട് അലിക്ക്, ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് അരപ്പട്ട. ഈ അരപ്പട്ട അഴിച്ചിട്ട് അയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനു പകരമുള്ള ഈത്തപ്പഴം തന്നോളൂ എന്ന് പറഞ്ഞു. അയാൾ അതിനു പകരമുള്ള ഈത്തപ്പഴം ഒരു കിഴിയിലാക്കിയിട്ട് കെട്ടിയിട്ട് അലിയുടെ കയ്യിൽ കൊടുത്തു. അലി സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി പ്രിയതമയുടെ അരികിലേക്ക് ഓടി വരികയാണ്. അങ്ങനെ ഓടി വരുന്നതിനിടയിലാണ് ഒരാൾ അലിയെ വിളിക്കുന്നു. അലി, അലി എന്നൊരു വിളി. അയാൾ നോക്കിയ സമയത്തുണ്ട് ചുണ്ടുകൾ ഉണങ്ങി, കവിള് ഒട്ടി, ശരീരം തളർന്ന്, കണ്ണുകൾ വാടി, പാവം ഒരു വൃദ്ധനായ മനുഷ്യൻ. അയാൾ അലിയോട് പറഞ്ഞു, അലി 5 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, വെറും വെള്ളം കുടിച്ചുകൊണ്ടാണ് അലി ജീവിക്കുന്നത്. അലിയുടെ കയ്യിൽ വല്ലതുമുണ്ടോ? പണമായിട്ടോ ഭക്ഷണമായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണെങ്കിലും ഞാൻ അങ്ങോട്ട് വരാം അലിയെ, വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അലിയുടെ മനസ്സ് പടഞ്ഞുപോയി. അലി വേറൊന്നും ആലോചിച്ചില്ല, അലിയുടെ കയ്യിലുള്ള ഈത്തപ്പഴം കൊടുത്തു. അലിയുടെ കയ്യിലുള്ള ഈത്തപ്പഴം അയാൾ കൊടുത്തപ്പോ അയാള് ആർത്തിയുടെ ആനന്ദത്തോടു കൂടി അത് മുഴുവനും കഴിച്ചു. അയാളത് മുഴുവനും കഴിക്കുന്നത് അലി കണ്ടിരുന്നു. അലിയും സന്തോഷിച്ചു. അതെല്ലാം കഴിഞ്ഞ് അയാൾ കുടഞ്ഞിട്ട് ആ സഞ്ചി അലിയുടെ കയ്യിൽ കൊടുത്തു. ആ സഞ്ചി കയ്യിൽ കിട്ടിയപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു കാര്യം ആലോചിക്കുന്നത്. ഒരു ധൈര്യത്തിന് ഇങ്ങനെ ചെയ്തു, ആ പെട്ടെന്നുള്ള ആവേശം കൊണ്ട് അങ്ങനെ ചെയ്തു പോയി. പക്ഷെ ഫാത്തിമ പറഞ്ഞിട്ട് വാങ്ങിയതാണല്ലോ പഠിച്ചോനേത്. അപ്പോഴാണ് അലിയുടെ മനസ്സിൽ ആ ചിന്ത ഓടിയത്. അലിക്ക് സങ്കടമായി, അലിക്ക് സങ്കടമായി. നമ്മുടെ കാലത്താണ് എനിക്ക് തോന്നുന്നത് പേടിയായിരിക്കും ഉണ്ടാവുകയാണ്. ഞാൻ സാധനത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്നുള്ള പേടിയാണോ ഉണ്ടാവുക എന്നുള്ളത് സംശയകരമാണ്. അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്ന എന്താണ്? സങ്കടമാണ്. ഫാത്തിമ ഒരു ആവശ്യം പറഞ്ഞിട്ട് എത്രയോ കാലങ്ങളായി എന്നോട് അവളൊന്നും പറയാറില്ല. ഇത്ര കാലമായിട്ടൊരു ആവശ്യം പറഞ്ഞിട്ട് അത് ഞാൻ വാങ്ങിയിട്ട് അത് കൊണ്ടുകൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം അലിയുടെ മനസ്സിലുണ്ടായി. അലി ആ കിഴി ഇങ്ങനെ കുടഞ്ഞിട്ട് വരുന്നുണ്ട്. ഫാത്തിമ ദൂരെ നിന്ന് തന്നെ അലിയെ കണ്ടു. കയ്യിൽ ഈത്തപ്പഴമൊന്നുമില്ല. അപ്പൊ ഫാത്തിമക്ക് മനസ്സിലായി, ഒന്നുകിൽ ഈത്തപ്പഴം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഈത്തപ്പഴം വാങ്ങാൻ പൈസ ഇല്ല. ഒന്നും പറഞ്ഞില്ല. അലി സലാം പറഞ്ഞ് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി വന്നു. ഫാത്തിമ ഭക്ഷണം തുറന്നു വെച്ചു കൊടുത്തു. അലി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അലി ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, നീ പറഞ്ഞതുപോലെ ഞാൻ ഈത്തപ്പഴം വാങ്ങിയിരുന്നു. കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഈത്തപ്പഴം തന്നെ വാങ്ങിയിരുന്നു ഫാത്തിമ. അങ്ങനെ വരുന്നതിനിടയിലാണ് ആ വൃദ്ധനായ മനുഷ്യനെ കണ്ടത്. 5 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് അയാൾ പറഞ്ഞപ്പോ, നമുക്കിവിടെ കഴിക്കാൻ ഭക്ഷണമെങ്കിലും ഉണ്ടല്ലോ ഫാത്തിമ, അതുപോലുമില്ലാത്ത ആ സാധുവിനെ കണ്ടപ്പോ ഞാൻ അയാൾക്ക് കൊടുത്തുപോയി എന്നൊക്കെ ആ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഫാത്തിമ ഒന്നും മിണ്ടുന്നില്ല. ഫാത്തിമക്കൊരു മിണ്ടാട്ടമില്ല. അലി മനസ്സില്ലാ മനസ്സോടെ ഓടി ആ ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിച്ച് കൈ കഴുകിയിട്ട് അലി പോയി കിടന്നുറങ്ങി. അങ്ങനെ കിടന്നുറങ്ങിയ സമയത്ത് ഫാത്തിമ അലിയുടെ സമീപത്ത് പോയി കിടന്നു. അലിയുടെ സമീപത്ത് പോയിട്ട് ഫാത്തിമ കിടന്നു. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് അലി ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ, ഞാൻ അങ്ങനെ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ എന്ന്. അപ്പൊ ഫാത്തിമ അലിയോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. ഫാത്തിമ പറഞ്ഞു, ഈത്തപ്പഴം കഴിച്ചാൽ മധുരമാണല്ലോ ഉണ്ടാവുക, കുറച്ച് മധുരത്തിനാണല്ലോ ഈത്തപ്പഴം കഴിക്കുന്നത്. പക്ഷേ ഈത്തപ്പഴം കഴിച്ചതിലേറെ മധുരവും ഈത്തപ്പഴം കഴിച്ചതിലേറെ സുഖവും ഈ വാർത്ത കേട്ടപ്പോ ഫാത്തിമ അനുഭവിക്കുന്നുണ്ട് എന്നവർ. ആ സാധുവായ മനുഷ്യന്റെ, തൊണ്ട നീറുന്ന ഒരു മനുഷ്യന്റെ, എല്ലാം ഒട്ടി ഉണങ്ങിയ ഒരു പാവം മനുഷ്യന്റെ വയറൊന്ന് നിറക്കാൻ വേണ്ടി അയാളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ അത് സമ്മാനിച്ചു എന്ന് പറഞ്ഞപ്പോ ആ വാർത്തയാണ് ഫാത്തിമക്ക് നിങ്ങൾ ഈത്തപ്പഴം കൊണ്ടുവന്ന് തന്നതിലേറെ സന്തോഷവും ആനന്ദവും ഉള്ളത് എന്ന് പറയുന്ന റസൂലിന്റെ പ്രിയമകൾ ഫാത്തിമ.